റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ വിജയന്റെ ഗോഡ് മൂവിയിലെ ഫസ്റ്റ് സിംഗിൾ പ്രൊമോ വന്നിട്ടുണ്ട്. വെറും ഗോട്ടല്ല, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗോട്ട് എന്നുള്ള പേര് തന്നെ ഭയങ്കര ട്രെൻഡിങ്ങിലാണ്. ഇപ്പൊ ഓൾറെഡി ഗോട്ട് ലൈഫ് ഉണ്ട് നമ്മളെ ആടുജീവിതം. അതിങ്ങനെ ഭയങ്കര ഹിറ്റ് ആയിട്ട് ഓടുന്ന സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് എഗെയിൻ അടുത്തൊരു ഗോട്ട് വരാൻ വേണ്ടി നമുക്കറിയായിരുന്നു ഏകദേശം ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ എന്തായാലും ഒരു സംഭവം ഉണ്ടാവാതിരിക്കില്ല. കാരണം അവിടെ തമിഴ്നാട്ടിൽ തമിഴ് ന്യൂ ഇയറും കൂടിയാണ്. അപ്പൊ എന്തായാലും ഒരു സംഭവം നമുക്ക് തരുന്നറിയായിരുന്നു. പക്ഷെ ഇതിന്റെ തമിഴ് കാണുമ്പോൾ ഭയങ്കര കളർഫുൾ റെയിൻബോ എഫക്റ്റിലാണ് സംഭവം. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ആര് റെഡി ഫോർ തളപതി പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവം. നമുക്കറിയാം വെങ്കട് പ്രഭുവിന്റെ പടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടി വൈബ് എന്തായാലും ഉണ്ടാവും. എത്ര ത്രില്ലർ പടമായാലും അതിലൊരു പാർട്ടി വൈബ് ഉണ്ടാവും. മങ്കാതയിലൊക്കെ നമ്മൾ കണ്ടില്ല, പാർട്ടി വൈബിന്റെ വേറൊരു തല പോലെയുണ്ട് ശരിക്കും കാണുമ്പോൾ. പിന്നെ വേറൊരു സംഭവം, അതായത് നമ്മുടെ വാരിസിലെ രഞ്ജിതമേ സോങ്ങിന്റെ ഒരു ചെറിയൊരു വൈബ് അടിച്ചിട്ടുണ്ട് തമിഴിലെ. അതിന്റെ ഒരു പ്രോമാക്സ് വേർഷൻ ഭയങ്കര കളർഫുൾ ആ ഒരു സംഭവം നമുക്ക് കാണാം. പെട്ടെന്ന് ആ ഒരു രഞ്ജിതമേ എഫക്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ യുവൻ ശങ്കർ രാജ തളപതി കുറച്ച് കാലത്തിന് ശേഷമാണ് ഒന്നിക്കുന്നത്. അതിന്റെ ഒരു വൈബും കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പാടിയിരിക്കുന്നവരെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഒബ്വിയസ്ലി ആസ് യൂഷ്വൽ എന്താ പറയാ, എനിക്ക് തോന്നുന്നത് തളപതി തന്നെയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് സിംഗിൾ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന തളപതിയുടെ ആ ഒരു വോയിസ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ആ പാട്ടിലുള്ളത്. പിന്നെ ഇതിന്റെ സ്റ്റാർ കാസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പം ചെയ്തോണ്ടിരിക്കുന്ന ജീൻസ് മൂവിയിലെ പ്രശാന്ത് ഉണ്ട് അല്ലേ, പ്രഭുദേവ പ്ലസ് അജ്മൽ അമീർ, പിന്നെ VP ഗാങ്, അതുകൂടാതെ സ്നേഹ ലൈല, പിന്നെ മീനാക്ഷി ചൗധരി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഫസ്റ്റ് സിംഗിൾ പ്രോമോ അല്ലേ, പ്രോമോ കാണാം. റെഡി അല്ലേ? തമിഴിൽ തന്നെ പറഞ്ഞേക്കണത് ഫസ്റ്റ് സിംഗിൾ പ്രോമോ U1 പാർട്ടി. യുവൻ ശങ്കർ രാജ. U1 പാർട്ടി. U1 പാർട്ടി ഉണ്ട്, തളപതി പാർട്ടി ഉണ്ട്. യെസ്. കയ്യിലെന്താ ഉള്ളത്? തന്നെയാണ്. തണ്ണി മറച്ചാളാണ്. സ്റ്റാർട്ട് മ്യൂസിക് വിജയ് വോയിസ് തന്നെ. തളപതി വോക്കൽ ഫസ്റ്റ് സിംഗിൾ പ്രൊമോ അല്ല ഫ്രം ടുമോറോ 6 PM. നമ്മൾ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരുന്നു. കാരണം നമ്മൾ ഗസ് ചെയ്തേ ഉള്ളൂ, അവരിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പറയാ, ആ ഒരു ബീറ്റ്, രഞ്ജിതമേ ബീറ്റ് ഇല്ലേ, രഞ്ജിതം മാത്രല്ല, എനിക്ക് ഫസ്റ്റത്തെ ഒരു ബീറ്റ് കേട്ടപ്പോ ഫസ്റ്റ് ഓർമ്മ വന്ന നമ്മളെ വലിമൈ മൂവിയിലെ ഒരു സോങ് ഇല്ലേ, നമ്മളെ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ബീറ്റ്, ആ ഒരു സംഭവം യുവൻ ശങ്കർ രാജ തന്നെ. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിംഗ് ബീറ്റ് കിട്ടി. പക്ഷെ പിന്നീട് മാറി ആ സ്റ്റാർട്ടിംഗ് ബീറ്റ്. എന്തെങ്കിലും ഒരു രഞ്ജിതമേ എനിക്കറിയില്ല, എനിക്ക് മാത്രമാണ് അങ്ങനെ അടിക്കുന്നുള്ളത്. ഒരു എന്റർടൈൻമെന്റ് സംഭവമാണ് അതെനിക്ക് തോന്നുന്നു. ആ ഒരു നമുക്കറിയാം രണ്ട് വിജയണ്ണൻ ഉണ്ടാകും, യങ് വിജയണ്ണന്റെ സംഭവമാണ്. ചിലപ്പോ യങ് വിജയണ്ണന്റെ ആവാം, അല്ലെങ്കിൽ പ്രായമുള്ള വിജയണ്ണന്റെ ആവാലോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരാള് വില്ലനാണ് നായകനാണെന്നൊക്കെ ഇങ്ങനെ സംസാരമൊക്കെ ഉണ്ട്, പല സംസാരങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ ചുരുളഴിച്ച് നോക്കാത്തതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ VP പടം ആയതുകൊണ്ട് എന്താ പറയാ, നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. നായകൻ വില്ലനാകാം, വില്ലൻ നായകനാകാം, നായകൻ ആരും ഉണ്ടാവില്ല, അങ്ങനത്തെ സംഭവം. അദ്ദേഹത്തിന്റെ പടത്തിന്റെ പ്രത്യേകത വെച്ചാൽ അദ്ദേഹം എല്ലാ ജോണറിലും പോകുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഏത് ജോണറിലോട്ടാ പോകുന്നത്. ഈ ജോണർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അതിനകത്ത് എന്താ ഒളിഞ്ഞു കിടക്കുന്നുള്ളത് സംബന്ധിച്ച് കുറെ ആളുകൾ ഉള്ളതുകൊണ്ട് കുറെ കൺഫ്യൂഷൻ ആക്കാനുള്ള സംഭവം ഉണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വെങ്കട് പ്രഭു ഹീറോ ആണ് ഇപ്രാവശ്യം പറഞ്ഞേക്കണേ. അദ്ദേഹം എല്ലാ സിനിമയിലും ഒരു ടാഗ് ലൈൻ കൊടുക്കും. വെങ്കട് പ്രഭു എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, മറ്റേ ഫണ്ണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ് ആ ഹീറോ എന്ന് ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് നോക്കണം. വെറും ഹീറോ ആണോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആണോ ഒന്നും അറിയില്ല. എന്ത് പറയാലോ, സംഭവം നാളെ 6 മണിക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനുള്ള ചെറിയൊരു വിരുന്നാണ് വരുന്നത്. നമ്മള് കേട്ടിടത്തോളം മറ്റേ സംഭവം കേട്ടോ, അത് കുറെ പാസ്റ്റ് പ്രസന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം മാനാടിന്റെ മാനാടിന്റെ ഒരു ഹൈ ഗ്രേഡ് വേർഷൻ, അങ്ങനത്തെ ഒരു സാധനം, അപ്ഗ്രേഡ് വേർഷൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നാളെ നമ്മള് കെട്ട വീട്ടുകാരെ സ്വാഗതം എഴുതിയിട്ട്